ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ്, വിച്ച് ഇസ് ദ വുമൺ ബൈ ക്രിസ്റ്റിൻ ഹാന. വുമൺ ബൈ ക്രിസ്റ്റിൻ ഹാന വായിക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊരു മിക്സ്ഡ് റിവ്യൂ ആണ്. എനിക്ക് ഇറ്റ്സ് ലൈക്ക് 3.5 സ്റ്റാർ റീഡ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് വർക്കായി, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ബുക്കിന്. ബട്ട് ദെൻ സെക്കൻഡ് ഹാഫ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 1967 വിയറ്റ്നാമിൽ വേൾഡ് വാർ നടക്കുന്ന സമയത്താണ്. ആൻഡ് ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ഫ്രാങ്കി. അപ്പോൾ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫ്രാങ്കിയുടെ ബ്രദറിനെ ഈ ഒരു വാറിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദർ പോവാണ്. അപ്പോൾ അവനുള്ള ഒരു സെൻഡ് ഓഫ് പാർട്ടിയിലാണ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അവൾ ആകെ കുറച്ച് സാഡാണ്, ബിക്കോസ് ബ്രദർ ഈസ് ഗോയിങ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ബ്രദറിനെ. ആൻഡ് നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെയൊക്കെയാണ് വാർ പോവുക, ഇതിൽ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. സോ അവളുടെ വീട്ടിൽ എന്ന് പറയുന്ന ഒരു വാളിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഓഫ് ഹർ ആൻസെസ്റ്റേഴ്സ്. ലൈക്ക് അവരൊക്കെ ഈ ഒരു വാറിൽ ടേക്ക് പാർട്ട് ചെയ്തതിന്റെ എവിഡൻസ് ആയിട്ട് കുറെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും തന്നെ പുരുഷന്മാരാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അവളുടെ ഉള്ളിൽ ഈ ഒരു ഏർജ് വരികയാണ്. ലൈക്ക് she needed to do something for her country, അല്ലെങ്കിൽ she needed to do something for the woman out there, or do something to please her father. അങ്ങനെ അവളുടെ ഉള്ളിൽ ആ ഒരു ഏർജ് കാരണം അവളൊരു നേഴ്സാണ്. സോ ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് പാർട്ട് ഇൻ ദ വാർ ആസ് എ നേഴ്സ്. അപ്പോൾ അവൾ അവളുടെ ബ്രദറിനെ ഫോളോ ചെയ്തുകൊണ്ട് അവളും ആ ഒരു വാർ സൈഡിലോട്ട് പോവാണ്. അപ്പോൾ അതിന്റെ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബിഗ് പഞ്ചുമായിട്ടാണ്, വിച്ച് ഇസ് വുമൻസ് ക്യാൻ ബി ഹീറോസ് ടു. അപ്പൊ അതാണ് ഈ ബുക്കിലെ മെയിൻ ഒരു ഇത്. ലൈക്ക് നമ്മൾക്ക് തന്നെ സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ, ലൈക്ക് വാറിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു മെൻ ആണ്. ഒരിക്കലും വുമൻ വരാറില്ല. അങ്ങനെയാണ് അവളൊരു ലേഡി നേഴ്സായിട്ട് അവിടെ ചാർജ് എടുക്കുന്നത്. സോ വൺ ഷീ റീച്ചസ് ദെയർ, അവിടെ കാര്യമായിട്ട് നേഴ്സസ് ഒന്നുമില്ല. അപ്പൊ ആരൊക്കെ ഉള്ളത് അവരൊക്കെ ഹെൽപ്പാണ്, എല്ലാവരും ഹാൻഡി ആയിട്ടാണ്. അപ്പോൾ അവൾക്ക് അവിടെ പോകുമ്പോൾ അവൾക്ക് കറക്റ്റ് ആയിട്ട് നേഴ്സ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അവൾക്ക് ബെറ്റർ ആവാനൊന്നുള്ള സമയം പോലും ഇല്ല. അവൾ ബെറ്റർ ആയിരിക്കണം. അങ്ങനെ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അവൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൾ വിറ്റ്നസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലൈക്ക് അവൾ ആസ് എ നേഴ്സ് ഷീ ബിക്കംസ് വെരി ബെറ്റർ. അവള് അവിടെ കാഷ്വാലിറ്റീസിൽ ഓരോരുത്തർ മരിക്കുന്നതും, ലൈക്ക് വാർ സോണെന്ന് വരുന്ന രീതിയും, ലൈക്ക് ചിലപ്പം കാലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ അത്രയും ഹാർഡായിരുന്നു. ലൈക്ക് വായിക്കുമ്പോൾ ആസ് എ റീഡർ നമുക്കും ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. സോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ലൈക്ക് വാസ് എ പഞ്ച്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ആ ഒരു വാറിനെ പറ്റി വായിക്കുമ്പോഴും. ലൈക്ക് വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ്, അവളെങ്ങനെ ബെറ്റർ ആവുന്നു, അവൾ ആസ് എ നേഴ്സ് ഹൗ ഷീ ഈസ് കോപ്പിംഗ്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. And I was thinking like this is going to be a 4 star at that time. But then second half is completely different from the first half. ഈ ഹാഫിൽ എന്ന് പറയുന്നത് അവളുടെ ഈ ഒരു വാർ നമ്മൾ റിലീസ് ആയതിനു ശേഷമുള്ള അവളുടെ ഫേസ് ആണ്. സോ അവള് ഭയങ്കര പ്രൗഡാണ് ഓഫ് ഹെർസെൽഫ്. അവളുടെ നാട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ റിയാക്ഷൻസ്, ലൈക്ക് എസ്പെഷ്യലി അവളൊരു വുമൺ ആയതുകൊണ്ട് തന്നെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല അവള് അവിടെ വാർ സോണിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അവള് നേഴ്സായിട്ട് അവളും കോമ്പാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഓൾസോ അവളുടെ പാരന്റ്സ് തന്നെ ഈ ഒരു കാര്യം അവളുടെ വീട്ടിൽ ചർച്ച പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരും അതിനെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ദേ ഡോണ്ട് വാണ്ട് ടു അക്നോളജ് ലൈക്ക് അവരുടെ മകള് അവിടെ പോയി വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ അവരതിനൊക്കെ എതിരായിരുന്നു. ആസ് എ പാരന്റ്സ് നെവർ സ്റ്റുഡ് വിത്ത് ഹർ. അവൾക്കും ഇത് ഭയങ്കരമായിട്ട് അവൾ ഇമോഷണലി ഡിപ്രഷനിലോട്ട് പോയി, അവള് ഹിസ്റ്ററിയായി, അവൾക്ക് അവിടുത്തെ നൈറ്റ് മെയർസ്. ഒരു വാറിലൊക്കെ വർക്ക് ചെയ്ത ഒരു നേഴ്സിന്, അതും ഇത്രയും കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റില്ല. അപ്പോൾ അവളുടെ പാരന്റ്സും അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ മേ ബി ഷീ കുഡ് ഹാവ് റിക്കവേർഡ് ഈസിലി. ഒരു സപ്പോർട്ടും അവൾക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് അവളുടെ ഹിസ്റ്ററി, അവളുടെ ഡിപ്രഷൻ, അവൾക്ക് അവിടെ നിന്നുണ്ട് എന്താ പറയുക, എന്ത് ഒരു ഒച്ച കേൾക്കുമ്പോൾ എന്തൊരു സൗണ്ട് കേട്ടാലും അവള് അതാണ് ഓർമ്മിക്കുന്നത്. അതുപോലെ എപ്പോഴും അവള് റെഡിയാണ് ആസ് എ നേഴ്സ്. ഷീസ് പ്രിപ്പയർഡ് ടു സീ ലൈക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നതും, ലൈക്ക് പീപ്പിൾ ആർ ബ്രിങ്ങിങ് ടു ദ കാഷ്വാലിറ്റീസ്, അതൊക്കെ അതിനൊക്കെ അവൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ്. അവളുടെ ബോഡി തന്നെ
ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആണ്. അവൾക്ക് അതിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അവൾക്ക് ഒരുപാട് നൈറ്റ് മെയർസും, അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സോ ഈ ഒരു ആഫ്റ്റർ ഫേസ് ആണ് അവൾ ഈ ഒരു സെക്കൻഡ് ഹാഫ്. അപ്പൊ അന്ന കാലത്തും തെറാപ്പി ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഉള്ളതും മെന്നിന് വേണ്ടിയിട്ടായിരുന്നു. കോമ്പാറ്റിൽ ഫൈറ്റ് ചെയ്തിരുന്ന മെന്നിന് വേണ്ടിയിട്ട്, വുമണിന് വേണ്ടിയിട്ട് ആരും ഇതുപോലെ ഹെൽപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ വെൻ ഷീ സേസ് ലൈക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദേ വുഡൻ ബിലീവ് ഹർ. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ, വിച്ച് വാസ് എന്താ പറയാ, എനിക്ക് കുറച്ച് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് അവളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയുക അൺലൈക്കബിൾ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ദ വേ ഷീ ബിഹേവ്സ്, ഈ കാര്യങ്ങളൊക്കെ അവളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ വേ ഷീ ബിഹേവ്സ് ടു പീപ്പിൾ, ദ വേ ഷീ ബിഹേവ്സ് ടു പാരൻസ്, എവറിത്തിങ് വാസ് റോങ്. അവൾക്ക് തന്നെ അറിയാം അവൾ ചെയ്യുന്നതൊക്കെ റോങ് ആണെന്ന്. ബട്ട് ദെൻ അവൾക്ക് എന്താ പറയുക അവൾ ചെയ്തു പോവാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ. സോ ഐ നോ ഐ ഷീ ഈസ് ഡൂയിങ് ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് എ പ്ലസന്റ് ഫേസ് ടു റീഡ്. അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല ആ ഒരു ഭാഗം. കംപ്ലീറ്റ്ലി ഞാൻ ഫ്രാങ്കിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരിക്കലും അവളായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. ആ ഒരു തരത്തിൽ ആ ഒരു ക്യാരക്ടറിൽ ഐ വാസ് നോട്ട് ഇൻവെസ്റ്റഡ്. ഐ ബിക്കം ബോർഡ്. എന്താ പറയുക, പിന്നെ അവളുടെ ലൈഫ് എന്ന് പറയുന്നത് അവളുടെ റൊമാൻറ്റിക് ലൈഫ്, അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവളുടെ ഡിസിഷൻ മേക്കിംഗ്, ലൈക്ക് അവളുടെ റൊമാൻസ് ലൈഫ് വാസ് ദ വേർസ്റ്റ് ഇൻ ദ ബുക്ക്. ആ ഒരു ഫേസിൽ അവൾ ചെയ്യുന്ന ഡിസിഷൻസ്, അവൾ എടുക്കുന്ന ഡിസിഷൻസ്, അവള് മോറലി നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. ബട്ട് ദെൻ ഷീ ചേഞ്ചസ്. എന്താ പറയുക, മോറലി അവൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും എനിക്ക് സ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല മോറലി. ഒരു ബിഗ് ചേഞ്ച് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട്, വിച്ച് ജസ്റ്റ് എന്താ പറയുക റെഡ്യൂസ്ഡ് മൈ റേറ്റിംഗ്. അപ്പോൾ ഐ ഹാവ് എ മിക്സ്ഡ് ഒപ്പീനിയൻ അബൌട്ട് ദിസ്. എനിക്ക് അറിയില്ല, ബട്ട് എവിടെ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഹൈ ഒപ്പീനിയൻ ആണ്. ലൈക്ക് എവറി വൺ ഈസ് ഗിവിങ് 5 സ്റ്റാർ. അപ്പോൾ ഇത് എൻ്റെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം സോ ഡിസപ്പോയിന്റഡ് ഇൻ ദിസ്. ഐ എം സോ ഡിസപ്പോയിന്റഡ് ബൈ ദ മെയിൻ ക്യാരക്ടർ. കാരണം ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡ്രിവൺ ബുക്കാണ്. ഈ ഒരു മെയിൻ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റോറി അറിയുന്നത്. സോ മെയിൻ ക്യാരക്ടർ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മെയിൻ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഓഫ് കോഴ്സ് ദിസ് ബുക്ക് അധികം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് വാസ് എ 3 സ്റ്റാർ റീഡ്. 3.5 എനിക്ക് അറിയില്ല എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ജനറസ് ആണെങ്കിൽ അതിന്റെ 3.5 സ്റ്റാർ എന്ന് പറയും, അല്ലെങ്കിൽ അതൊരു 3 സ്റ്റാർ റീഡാണ്. ഐ വോണ്ട് സേ ഈ ബുക്ക് ഒരു ബാഡ് ബുക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ ബുക്കിൽ ഒരുപാട് നല്ല പഞ്ചിങ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടായിരുന്നു, നല്ല കോട്ട്സ് ഉണ്ടായിരുന്നു. ഇതില് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ലൈൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല റൈറ്റിംഗ് ആയിരുന്നു. സോ ഇഫ് യു ലവ് ക്രിസ്റ്റ്യൻ ഹാന, ഇഫ് യു ലവ് ക്രിസ്റ്റ്യൻ ഹാനസ് റൈറ്റിംഗ്, ഇഫ് യു ലവ് വാറിനെ പറ്റി വായിക്കാനും ഇതുപോലെ ഒരു വുമൺ രീതിയിൽ, ഒരു ഫെമിനിസ്റ്റിക് രീതിയിലുള്ള ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ഓൺലി ദാറ്റ് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു വിൽ നോട്ട് എൻജോയ് ദിസ് ബുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻസ്. സോ നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ, ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ്സ്. സോ that's all about the video. I will see you with another one. Till then, bye bye and take care.